ഒരു കാലത്ത് മലയാളി സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ പ്രവാസ എഴുത്തെന്ന് പറയുന്നത് ഒരു കുഴഞ്ഞ സാധനമായി കരുതിയിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ലോക സാഹിത്യം മാറി. ഡയസ്പോറ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയായി. ഇന്ന് തന്നെ ലോകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന വലിയ എഴുത്തുകാരിൽ ബഹുഭൂരിപക്ഷവും ഡയസ്പോറിക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമാവുകയും അതൊരു ഒരു വലിയ ഏരിയയായി വികസിക്കുകയും ചെയ്തിരുന്ന കാലത്ത് പ്രവാസ എഴുത്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നായി ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് അത് 2000-ന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതിനോടൊപ്പം മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് മലയാള സാഹിത്യത്തിന് സഞ്ചരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ലോക സാഹിത്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മലയാള സാഹിത്യം നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പ്രവാസ ലോകത്തു നിന്ന് എഴുതുന്ന ഏതൊരാളും, ഇപ്പം ഞാൻ പ്രവാസവും ഒക്കെ വിട്ടുപോകുന്നുവെങ്കിൽ പോലും പ്രവാസ ലോകത്തു നിന്നും പ്രവാസ ജീവിതത്തെക്കുറിച്ചും പ്രവാസ അനുഭവത്തെക്കുറിച്ചും എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി സാഹിത്യലോകം അംഗീകരിച്ചിട്ടുണ്ട്. അത് മലയാള സാഹിത്യം അംഗീകരിക്കുകയും അവർക്കെല്ലാം തുല്യസ്ഥാനത്തേക്ക്, അതായത് മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ എന്ന നിലയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഡൽഹിയിലുണ്ടായിരുന്ന എഴുത്തുകാരുടെ സർഗ കഴിവുകൊണ്ട് അവർ നേടിയ ഒരു അപ്രമാദിത്വമുണ്ട്. ഉദാഹരണത്തിന് ഈ ആധുനികതയുടെ കാലത്തൊക്കെ അതിനെ മറികടക്കാൻ പറ്റുന്ന സാഹിത്യം ഈ മേഖലയിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. അതിന് കാരണം അന്വേഷിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അന്ന് എഴുതാനുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവർ എഴുതാൻ വേണ്ടി പോയവരല്ല, അവർ ജീവിത തേടിപ്പോയവരാണ്. അവർക്ക് അവരുടെ ജീവിതങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഈ എഴുത്തുകാർ വളരെ ഔന്നത്യത്തിൽ നിൽക്കുകയും സാഹിത്യത്തിൽ തിളങ്ങി നിൽക്കുമ്പം അവിടെ നിന്ന് എഴുതിയ ചെറിയ എഴുത്തുകൾക്ക് യാതൊരു പ്രാധാന്യവും കിട്ടാതെ പോയി. മുമ്പേ പറഞ്ഞതുപോലെ ഇങ്ങനെ പുറത്തുള്ള ജീവിതങ്ങൾ പറയപ്പെടേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ അന്ന് മലയാള സാഹിത്യത്തിനോ മലയാളിക്കോ ഉണ്ടായില്ല. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം പറഞ്ഞതുപോലെ 2000-ന് ശേഷം ഉണ്ടാവുകയും ഗൾഫിലെ സാഹചര്യം മാറി, കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി എഴുതാനുള്ള അവസരങ്ങൾ അവിടെ നിന്നുണ്ടായി. അവിടത്തേക്ക് കൂടുതൽ സാഹിത്യത്തോട് ബന്ധമുള്ളവർ പോകാൻ തുടങ്ങി, അതിനെക്കുറിച്ച് എഴുതി തുടങ്ങി. ഡൽഹിയുടെ ഒരു അപ്രമാദിത്വം അവസാനിച്ചു. മലയാള സാഹിത്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറി. ആധുനികതയിൽ നിന്ന് മാറി, അത് ഉത്തരാധുനികയിലേക്കും അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പുതിയ കാലത്തിലേക്കുമൊക്കെ മാറി. എഴുത്തിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടായി വന്നതാണ്. അപ്പം അന്നത്തെ കാലത്ത് അത് അംഗീകരിക്കപ്പെട്ടില്ല എന്നതിന് ചരിത്രപരമായി തന്നെ ധാരാളം കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ അവരെ അങ്ങ് അടിച്ചമർത്തി വെച്ചതല്ല മലയാള സാഹിത്യത്തിൽ. അതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നില്ല എന്ന് മാത്രമാണ് ഞാനതിനെ കാണുന്നത്. ഒരു നോവലിൻ്റെ ഭാഷ, അതിൻ്റെ ഘടന, അതിൻ്റെ രൂപം, അതിൻ്റെ വലിപ്പം ഒക്കെ നിർണ്ണയിക്കുന്നത് അതിൻ്റെ കഥാപാത്രങ്ങളുമായിട്ടും അതിൻ്റെ കഥാ സാഹചര്യങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയാണ്. അല്ലാതെ നമ്മുടെയൊക്കെ ഒരു നല്ല ഭാഷയുണ്ട്, നമുക്ക് വളരെ ഗൗരവമായി എഴുതാനറിയാം എന്ന് വിചാരിച്ചല്ല നമ്മളൊരു നോവലിൻ്റെ ഘടന നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം അതിന് മുമ്പ് എഴുതിയതാണ് അക്കപ്പോൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം, അഭിഷേകിനൊക്കെ അതിന് മുമ്പ് എഴുതിയ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഷ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആടുജീവിതത്തിൻ്റെ ഭാഷ വ്യത്യസ്തമാണ് എന്നുള്ളത്. ആടുജീവിതം എഴുതുന്ന കാലത്ത് ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ച ഒരു കാര്യം, അത് 5ാം ക്ലാസ് വരെ പഠിച്ച ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കഥാപാത്രം നിങ്ങളോട് കഥ പറയുകയാണ്. ആ കഥ പറയുമ്പം നിങ്ങൾക്ക് ഗഹനമായ ഭാഷയൊന്നും ഉപയോഗിച്ചല്ല പറയേണ്ടത് എന്നുള്ളതാണ്. അതിൻ്റെ ലാളിത്യം ആ പുസ്തകത്തിൽ ഉണ്ടാവണമെന്ന് ആദ്യമേ തീരുമാനിക്കപ്പെട്ടതാണ്. അത് നജീബിനെ പോലെ വളരെ സാധാരണക്കാരനായ ഒരാൾ പറയുമ്പം ഒ.വി. വിജയൻ്റെ ഭാഷയിലല്ല എഴുതേണ്ടത് എന്നൊരു ബോധ്യത്തിൽ, ആ ബോധ്യം എനിക്ക് അന്നും ഇന്നും ഒരേപോലെയുണ്ട്. ഞാൻ ഓരോ നോവൽ എഴുതുമ്പോഴും അതിന്, പക്ഷേ ഇപ്പം അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എഴുതുമ്പോൾ അതിന് പറ്റിയ ഒരു രാഷ്ട്രീയ ഭാഷയിൽ നിന്നുകൊണ്ടാണ് അത് എഴുതുന്നത്. അല്ലെങ്കിൽ അക്കപ്പോൻ്റെ മന്ത്രിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എഴുതുമ്പോൾ അതിന് പറ്റിയ ഒരു സറ്റയറിറ്റിക്കായ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആടുജീവിതത്തിന് പറ്റിയ ഭാഷ അതാണെന്ന് അന്നും ഇന്നും ഞാൻ ഒരേപോലെ വിശ്വസിക്കുന്നുണ്ട്. അത് മതിയെന്ന് തന്നെയാണ് ഇത്രയും കാലത്തെ എൻ്റെ സാഹിത്യബോധത്തിന് ശേഷവും ഞാൻ വിചാരിക്കുന്നത്. കഥ നമുക്ക് വളരെ വേഗം കിട്ടും, പക്ഷേ അത് ഏത് രീതിയിൽ പറയണം എന്നുള്ളതാണ്. കാരണം താങ്കൾ എൻ്റെ ഏത് നോവൽ എടുത്ത് പരിശോധിച്ചാലും അത് ഫോമിൽ ഒന്നിലൊന്ന് വ്യത്യസ്തമാണ് എന്ന് കാണാൻ കഴിയും. കാരണം ഈ ഫോമിൽ പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ബേസിക്കലി ഞാൻ എഴുതുന്നത് എന്നെ തൃപ്തിപ്പെടുത്താനും എന്നെ സന്തോഷിപ്പിക്കുവാനും. അപ്പോൾ ഈ ഫോമിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതിലുള്ള കൗതുകങ്ങൾ, അതിലുള്ള പരീക്ഷണങ്ങളാണ് എന്നെ തൃപ്തിപ്പെടുത്തുന്നത്. റെപ്യൂട്ടേഷൻ എന്നെ തന്നെ ബോറടിപ്പിക്കും, സ്വാഭാവികമായിട്ട് അത് വായനക്കാരെയും ബോറടിപ്പിക്കും. അല്ലെ പിന്നെ ആടുജീവിതം എഴുതി അത് സക്സസ് ആയി, എന്നാൽ പിന്നെ ആടുജീവിതത്തിൻ്റെ ഫോമിൽ കുറേ നോവൽ എഴുതാമായിരുന്നല്ലോ. ഞാൻ ഉടനെ മഞ്ഞവയിൽ മരണങ്ങൾ എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ഫോമിലുള്ള ഒരു സാധനമാണ് എഴുതിയത്. അതിനുശേഷം ഇരട്ട നോവൽ വരുന്നു, അല്ലെങ്കിൽ വളരെ സറ്റയറിറ്റിക്കലായി മുമ്പേ പറഞ്ഞതുപോലുള്ള മാന്ത്രിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ വരുന്നു, തരകൻ സ്കന്ദവരി പോലുള്ള പരീക്ഷണ നോവൽ ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഫോം കണ്ടെത്താനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത്. ഒഴിവാക്കപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതൊരു നോവലും നമ്മൾ എഴുതുന്നത് ആ പറയുന്ന കഥാപാത്രത്തിൻ്റെ ജീവിതം പറയുന്നതിന് വേണ്ടിയല്ല. എല്ലാ കഥയിലും നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ ചില മൂലരൂപങ്ങൾ ഉണ്ടാകുമല്ലോ.
ഇപ്പം ആടുജീവിതത്തെ തന്നെ മുൻനിർത്തി പറഞ്ഞാൽ നജീബിൻ്റെ ജീവിതം പറയുന്നതിന് വേണ്ടിയല്ല ആടുജീവിതം എഴുതപ്പെട്ടത്. ആടുജീവിതം എഴുതിയത് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളതിൻ്റെ ഒരു 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 സാധനമെന്ന നിലയിലാണ് നമ്മൾ ആ ഇതിലേക്ക് കൊണ്ടുവരികയും ആ കഥാപാത്രത്തെ കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നജീബ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തില്ല. ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നജീബ് ആ കഥയിൽ അല്ലെങ്കിൽ ആ ജീവിതത്തിൽ എത്രയോ തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ്. അത് നമ്മൾ നോവലിൽ ഒരിക്കലും കൊണ്ടുവരുന്നില്ല. പക്ഷേ നമ്മളത് കഥയിൽ കൊണ്ടുവരാത്തത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും നമ്മൾ പിടിച്ചു നിൽക്കണമെന്ന് പറയുന്ന ഒരു ആശയം പറയുന്നതിന് വേണ്ടിയാണ് ഈ ആടുജീവിതം എഴുതിയത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ കൊണ്ടുവരുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ, അതിനോടുള്ള ആഗ്രഹം എന്നുള്ള ഒരു ആശയമാണ് നോവൽ മുന്നോട്ട് വെക്കും. ഈ പറഞ്ഞതുപോലെ നജീബിൻ്റെ ജീവിതത്തോടൊപ്പം തന്നെ അത്രയും കാലം ഗൾഫിൽ ജീവിച്ച ബെന്യാമിൻ്റെ അനുഭവങ്ങളും സ്വപ്നങ്ങളും ചിന്തകളും അവൻ വായിച്ച പുസ്തകങ്ങളും അവൻ്റെ ദർശന പദ്ധതികളും ഒക്കെ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ലളിതമായ ഭാഷയിലും അത്ര ഗഹനമല്ലാതെയും പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അതിന് ഞാൻ പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇതിനകത്ത് ഇത്തരം ചില ആശയങ്ങൾ നജീബിനെ പോലെ ഒരാൾ പറയില്ലെന്ന് വിചാരിക്കുന്ന ചില ആശയങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ സാധാരണ വഴിവെക്കൽ കടത്തിണ്ണയിലിരുന്ന് സംസാരിക്കുന്ന ചില മനുഷ്യരോട് സംസാരിച്ചാൽ നമ്മളൊരിക്കലും വിചാരിക്കാത്ത ത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടല്ല ഒരാളുടെ ദർശനം ഉരുത്തിരിഞ്ഞ് വരിക എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ സാധാരണക്കാരോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അയാൾ വലിയ ഭാഷയിലൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ ഈ തമിഴ്നാട്ടിൽ 3 വർഷം താമസിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ തമിഴന്മാരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം വളരെ ദാർശനികമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. വളരെ സാധാരണക്കാരൻ പോലും തിരുക്കുറളിൽ നിന്ന് 2 വാചകമൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അത് എൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടാവാം. അതിൽ നിന്നൊക്കെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അത്തരത്തിൽ ദാർശനികമായ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് പറയാൻ, അതിൽ തെറ്റില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തിയത്. അപ്പം വളരെ പഠിച്ചവരാണ് ഏറ്റവും ദാർശനികമായി പറയുന്നതെന്നല്ല, ജീവിതം കണ്ടവരാണ് ഏറ്റവും ദാർശനികമായ ജീവിതത്തെ സമീപിക്കുന്നതെന്നാണ് ഞാൻ എപ്പോഴും കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അത് വന്നിട്ട് കഥയിൽ നിന്നും കഥാപാത്രത്തിൽ നിന്നും വേറിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അതിനോട് ഇഴകിച്ചേർന്ന് പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് എപ്പോഴും കഥയിൽ ചേർക്കാറുള്ളത്. ഒരു ദേശത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലല്ല അത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ നോവലിൻ്റെ അവസാനത്തിൽ നജീബിനെ കൊണ്ടുപോകുന്ന ആളും അതേ ദേശത്തിൻ്റെ ആളും രക്ഷപ്പെടുത്തുന്ന ആൾ അതെ. അപ്പോൾ അത് ആ ദേശക്കാരൻ തന്നെ. അപ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് അധികാരത്തിൻ്റെ ഉള്ളിൽ ക്രൂരതയുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അർബാബിനെ സൃഷ്ടിച്ചതെന്ന് വേണമെങ്കിൽ എൻ്റെ ഉള്ളിലെ പൊളിറ്റിക്കൽ മനുഷ്യന് ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അധികാരം വരുന്തോറും നമ്മൾ ക്രൂരന്മാരായിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ താഴെയുള്ള ആളിനെ ചവിട്ടി മതിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ അധികാരമുണ്ടെങ്കിലും നമ്മൾ ചെയ്യാത്തത് നിയമത്തെ ഭയമുള്ളതുകൊണ്ടാണ്. നിയമത്തെ കൂടി ഭയമില്ലാത്ത ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു അധികാരി ഭയങ്കരമായ തരത്തിൽ ക്രൂരനായി മാറും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന എൻ്റെ പൊളിറ്റിക്കൽ ചിന്തയിലുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ അർബാബിനെ സൃഷ്ടിച്ചുള്ളത്. അല്ലാതെ അത് എല്ലാ അറബികളും അങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നല്ല. അങ്ങനെ അല്ലാത്ത എത്രയോ അറബികളെ നമുക്ക് ജീവിതത്തിൽ നേരിട്ടറിയാം. സമൂഹത്തിലെ എത്രയോ കഥകളിൽ നിന്ന് നമുക്ക് അറബികളുടെ സൗജന്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മലയാളികളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കഥയൊക്കെ അറിയാം. ഞാൻ എൻ്റെ അർബാബിനെ സൃഷ്ടിച്ചത് ഈ അധികാര സ്വരൂപത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെ. അതിനുശേഷം ആടുജീവിതം അറബിയിലേക്ക് പരിഭാഷ ചെയ്തു വന്നു. വലിയ സ്വീകാര്യതയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നെങ്കിൽ ധാരാളം നിരൂപണങ്ങളൊക്കെ അവിടെ വരാറുണ്ട്. അതെൻ്റെ അറബ് പരിഭാഷകൻ എനിക്ക് പരിഭാഷപ്പെടുത്തി അയച്ചു തരാറുണ്ട്. അതിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ചൊക്കെ അതിശയോക്തി ഉണ്ട് എങ്കിൽ പോലും ഇത് നമ്മളുടെ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ച ഒരു കണ്ണാടിയാണ്. നമ്മളിൽ ചിലരെങ്കിലും ചില കാലത്തെങ്കിലും നമ്മളോട് വരുന്ന അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാളികളോട് അല്ലെ ഇതര ദേശക്കാരോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ സംസ്കാരചിത്തരാവാറുണ്ട്. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാലത്തെ അടിമ സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ച പോലെയാണ് നമ്മളിപ്പോഴും ഇതിനെ കാണുന്നത്. അത് മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് അവരതിനെ കാണുന്നത്. ഇപ്പോൾ അബുദാബി യൂണിവേഴ്സിറ്റിയോട് അമേരിക്കയിലുള്ള ഒരു പത്രം ചോദിച്ചു, ഗൾഫിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ഞങ്ങൾക്ക് സഹായകമായ 10 പുസ്തകങ്ങൾ നിർദ്ദേശിക്കാൻ പറഞ്ഞപ്പോൾ അതിലൊന്ന് അവർ ആടുജീവിതമാണ് നിർദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സ്വീകാര്യതയൊക്കെ അതിനുണ്ട് എന്നുള്ളതാണ്. പുസ്തകത്തിലേക്ക് പോകുന്ന വിമർശനം എന്ന് പറഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ ആ പുസ്തകം നിരോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പേപ്പർ എടുത്ത് കാണിച്ച് നിരോധനാജ്ഞ എവിടെയും ഇല്ല. പക്ഷേ പല പുസ്തകോത്സവങ്ങളിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും ഈ പുസ്തകം കൊണ്ടുചെല്ലാൻ അവിടുത്തെ സെൻസർ ബോർഡിലിരിക്കുന്നവരോ അവിടുത്തെ മറ്റ് വിഭാഗങ്ങളിലിരിക്കുന്നവരോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പം ദുബൈയിലേക്ക് നിങ്ങൾ ഈ പുസ്തകം കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ ആ പുസ്തകം പറ്റില്ല എന്ന് പറയും. അവർ
സെൻസർ ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അത് പ്രത്യക്ഷത്തിലൊരു പേപ്പർ എഴുതി ഈ പുസ്തകം പാടില്ല എന്നല്ല, ഇത് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു അപ്രഖ്യാപിതമായ ഒരിതുണ്ട്. രണ്ട്, ഈ പറഞ്ഞതുപോലെ പല ബിസിനസ് ടൈക്കൂണുകൾ ഈ പുസ്തകത്തിനെതിരെ സംസാരിക്കുകയും ഈ പുസ്തകം തങ്ങളുടെ എന്താണ് ബിസിനസ്സിനെയൊക്കെ ബാധിക്കുകയും അറബികൾക്കെതിരെയുള്ള പുസ്തകമാണെന്ന് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അതിനെയൊന്നും ഗൗരവമായി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്വം. അവന് ആൾക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. പലരും സൂചിപ്പിച്ചതുപോലെ ഇതൊരു അതിശയോക്തിയാണ് എന്ന് ആളുകൾ കരുതുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനിഷ്യൽ വായനക്കാരെ 1-2 പേർ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു. നോവലൊക്കെ കൊള്ളാം, പക്ഷേ ചിലപ്പോൾ ഇത് മലയാളി അങ്ങനെ സ്വീകരിക്കപ്പെടാൻ കാണില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് മലയാളി വിചാരിക്കാൻ സാധ്യത എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഇങ്ങനെ വളരെ പതിയെ ഒരു വളർച്ച അറിഞ്ഞോ അറിയാതെ ഉണ്ടാകുന്നത്, അതൊരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരസ്യങ്ങൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വലിയ പുരസ്കാരങ്ങളൊന്നും കിട്ടുന്ന വലിയ പബ്ലിഷേഴ്സ് ആയിരുന്നില്ല, അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് ഒരാൾ വായിച്ച ഒരാളോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പുസ്തകം വായിച്ചു, ഇതൊന്ന് വായിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അത് മുഴുവൻ മലയാളിക്ക് സ്വീകാര്യമായത് എന്നുള്ളതാണ്. വളരെ പതിയായിരുന്നു അത് വളർന്ന് വന്നതെന്നുള്ളതാണ്. അബുദാബി ശക്തി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടുന്നതോടുകൂടിയാണ് പിന്നെ അത് ലൈം ലൈറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതുവരെ വളരെ പതിയെ പോയ ഒരു പുസ്തകമാണത്. ഒരു എഴുത്തുകാരന് കിട്ടുന്ന റോയൽറ്റി എത്രയാണെന്ന് ഒരുപക്ഷെ വായനക്കാർക്കോ ഒന്നും അറിയില്ല. ഒരു പുസ്തകത്തിൻ്റെ മുഖപുസ്തക വിലയുടെ എന്ന് പറഞ്ഞാൽ 120 രൂപയാണ് ആ പുസ്തകത്തിൻ്റെ വിലയെങ്കിൽ അതിൻ്റെ 15% ഒരു എഴുത്തുകാരന് സാധാരണ കേരളത്തിൽ റോയൽറ്റി കിട്ടുന്നത്. അത് വലിയ, കേരളത്തിൽ കിട്ടുന്നത് വലുതാണ്. ഇംഗ്ലീഷിലൊക്കെ 8%, 7%. അത് ഈ എഴുത്തുകാരനും ട്രാൻസ്ലേറ്റർക്കും കൂടി വീതിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര ശതമാനം? 3% ഒക്കെയാണ് ഒരു എഴുത്തുകാരന് കിട്ടുന്നത്. അപ്പോൾ ഏറെക്കാലം ആടുജീവിതത്തിൻ്റെ വില 120 രൂപയായിരുന്നു. അപ്പോൾ എത്ര രൂപ ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കണ്ടല്ലോ. പക്ഷേ അതിനുശേഷം ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും അതെല്ലാം നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഭേദപ്പെട്ട റോയൽറ്റി കിട്ടിയിട്ടുള്ള ഒരാളാണെന്ന് ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടു കൂടിയും പറയാൻ എനിക്ക് മടിയില്ല. കാരണം അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല. കാരണം അത് വായനക്കാർ എനിക്ക് തന്ന സ്നേഹവും ആദരവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ തന്നെയാണ്. അതിനെ നമ്മൾ എന്തിനാണ് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എഴുത്തുകാരൻ എന്ന നിലയിൽ പലപ്പോഴും കേരളത്തിൽ എഴുത്തുകാർക്ക് എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിഞ്ഞ ഒരു കാലമാണ് ഞങ്ങളുടേതെന്നുള്ളത്. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ കെ ആർ മീര എങ്ങനെയാണ് ജീവിക്കുന്നത്, എസ് കരീഷുണ്ട്, ഇപ്പം ഇന്ദു ഗോപനെ പോലെ ഒരാൾ ജോലി രാജിവെച്ചിട്ട് എഴുത്തുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ടി ഡി രാമകൃഷ്ണൻ ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടും എഴുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹം പെൻഷൻ പറ്റിയതിന് ശേഷമാണെങ്കിലും അങ്ങനെ ഒരു നിര എഴുത്തുകാരെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി എഴുത്തുകൊണ്ട് ജീവിക്കാം എന്ന ഒരു ബലം നൽകിയിട്ടുണ്ട്. അത് പുതിയ തലമുറയ്ക്ക് വലിയ പ്രചോദനം നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും കാലം എഴുത്തുകാരൻ അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ല, അവന് സിനിമ ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ള ഒരു തോന്നലിൽ നിന്ന് അങ്ങനെയല്ല, എഴുത്തുകൊണ്ടും ജീവിക്കാം. അത് എഴുത്തിലേക്ക് കൂടുതൽ ശക്തിയോടുകൂടി വരാൻ, കൂടുതൽ സമയം എഴുത്തിൽ ചിലവഴിക്കാൻ, കൂടുതൽ നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ബഷീറിൻ്റെയൊക്കെ കാലത്ത് 2000 പുസ്തകം അച്ചടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുകുന്ദൻ്റെ പ്രവാസം അച്ചടിച്ചത് ഒന്നിച്ച് 10,000 കോപ്പികൾ വരിക എന്ന് പറയുന്നത് വലിയൊരു വാർത്തയായിട്ടാണ് വന്നത്. 10,000 പുസ്തകം അച്ചടിച്ചു, 10,000 പുസ്തകം വിറ്റഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത. അതിനുശേഷം ഇപ്പം ഏതാണ്ട് ലക്ഷങ്ങളിലേക്ക് പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കൂടിയാണ്. നേരത്തെ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ പോയി വാങ്ങി ഒരു പുസ്തകം തന്നെ 100 പേര് വായിക്കുമെങ്കിൽ ഒരു പുസ്തകം ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അത് സ്വന്തമായി വാങ്ങിക്കാനുള്ള ഒരു പർച്ചേസിങ് കപ്പാസിറ്റി മലയാളിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 10 പുസ്തകം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 10 പുസ്തകം വാങ്ങിക്കാനും മാത്രമുള്ള കപ്പാസിറ്റി ഉണ്ട്. കുട്ടികളത് ചോദിച്ചാൽ വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കൾക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ഒരു സാഹിത്യപരമായ ഒരു ഉണർവ് സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. സാഹിത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണമായിട്ടാണ് ഈ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. നോവൽ സമ്മാന ജേതാവായ ഒർഹാൻ ബാബുക്ക് പറയുന്നത്, എനിക്ക് ലോകത്തെമ്പാടുമായി ചിലപ്പോൾ ഒരു 60,000-70,000 വായനക്കാരെ കാണുള്ളൂ. ഒരു വായനാ സമൂഹത്തിൽ ഒരു ഭാഷയിൽ ചിലപ്പോൾ ഒരു 5,000 പേര് വായിക്കുന്നുണ്ടാവും, മറ്റൊരിടത്ത് 2,000 പേര് വായിക്കുന്നുണ്ടാവും, മറ്റൊരു വലിയ ചൈനീസ് ഭാഷയിൽ ചിലപ്പോൾ ഒരു 20,000 പേര് വായിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൗരവ സാഹിത്യത്തെ വായിക്കുന്നവർ അത്രയൊക്കെ ഉള്ളൂ ലോക സാഹിത്യത്തിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു വലിയ എഴുത്തുകാരനാണ് ആയിത്തീരണം. ഇപ്പം നിക്കോസ് കസൻസാക്കിസിനെ പോലെ, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മാർക്കേസിനെ പോലെ ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം,
എന്താണ് പൾപ്പ് ഫിക്ഷൻ എഴുതുന്ന ആൾക്കാർ, അത് മില്യൻസ് കോപ്പി എന്ന് പറയുന്ന സാധനമുണ്ട്. എല്ലാവരും റോഡ് സൈഡിൽ ഇരുന്ന് വായിക്കുകയോ വായിച്ചിട്ട് കളയുകയും ചെയ്തു. നിങ്ങൾ ഗൗരവ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് അത്രയും മതി. പക്ഷേ എങ്കിൽ അതൊരു വലിയ സ്വീകാര്യതയായി വളരുകയും നമുക്കൊരു ഒരു മൂല്യം ഉണ്ടാക്കി തരികയും ചെയ്തു. മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ടെന്നറിയുന്നു. ഇപ്പോൾ ബെർലിൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് എന്നെ ക്ഷണിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ ഉണ്ടായതുകൊണ്ടാണ് ബെർലിനിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ കറാച്ചി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പാകിസ്ഥാനിൽ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ ധാക്കയിൽ പോകുന്നു, ഷാർജയിൽ പോകുന്നു. അതൊക്കെ നമ്മളുടെ ഒരു ഭാഷയുടെ പ്രതിനിധി എന്ന നിലയിൽ നമ്മളവിടെ പോവുകയും ഈ ഭാഷയിൽ ഇനിയും ഇതുപോലെയുള്ള കൃതികൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ വരിക. അതുകൊണ്ടാണ് ഒരു പരിഭാഷാ വിപ്ലവം തന്നെ ഈ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. എല്ലാ നല്ല മലയാള നോവലുകളും വളരെ വേഗം ഇംഗ്ലീഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രസാധകർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. നമ്മളെ പ്രസാധകരൊക്കെ ചോദിക്കുന്നു, ഇനിയും ഒരു പുസ്തകം ഉണ്ടെങ്കിൽ പറയണേ, മറ്റാർക്കും കൊടുക്കരുത്. ഇത് അവിടെ തന്നെ പ്രസാധകർ പലരും ഉണ്ടല്ലോ. അത്തരത്തിൽ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഇതെല്ലാം കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു പുസ്തകം വിറ്റുപോയി എന്നുള്ളതല്ല, അതും ഭാവിയിലേക്കുള്ളൊരു വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.